ആ 6 അടി മണ്ണ് മുതലുള്ള ജീവിതത്തിൽ അള്ളാന്റെ പൊരുത്തം കിട്ടണമെന്ന് കൊതിക്കുന്നവർ ഈ വഅദ് കേൾക്കിൻ, മനസ്സിലാക്കിൻ. അതിലാദ്യമായി എന്നെ ഞാൻ ഉപദേശിക്കുന്നു, പിന്നീട് നിങ്ങളെയും ഉപദേശിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തസാലുൽ ഉമ്മത്തു അലാ ശരീഅത്തിൻ ഹസനത്തിൻ ഹത്താ തുൽഹറു ഫീഹിം സലാസുൻ. 3 കാര്യങ്ങൾ ഈ സമുദായത്തിൽ വെളിപ്പെടുന്നത് വരെ എന്റെ സമുദായം യഥാർത്ഥ ശരീഅത്തിൽ ഉറച്ചു നിൽക്കുമത്രേ. 3 കാര്യങ്ങൾ എൻ്റെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് വരെ, ഉണ്ടായാൽ എൻ്റെ സമുദായം ശരീഅത്തിൽ നിന്ന് പോയെന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയാണ്. 3 കാര്യം എൻ്റെ സമുദായത്തിൽ വെളിവാകുന്നത് വരെ എൻ്റെ ഉമ്മത്ത് ശരീഅത്തുൽ ഹസനയിൽ തന്നെയായിരിക്കും, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ തന്നെയായിരിക്കും, യഥാർത്ഥ ഈ ശരീഅത്തിന്റെ മൻഹജിൽ തന്നെയായിരിക്കും. ലാ തസൂലുൽ ഉമ്മ, ഈ സമുദായം ഉറച്ചു നിൽക്കും, അലാ ശരീഅത്തിൻ ഹസന, ഈ പറയപ്പെടുന്ന ശരീഅത്തിൽ, യഥാർത്ഥ ശരീഅത്തിൽ. മാലം തൽഹറു ഫീഹിം സലാസുൻ, 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ്, അത് വെളിപ്പെട്ടാൽ എൻ്റെ സമുദായം പിഴച്ചു പോകും, എൻ്റെ സമുദായം തകർന്നു പോകും, എൻ്റെ സമുദായം ഛിന്ന ഭിന്നമായി പോകും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 1, മാലം യുഖ്ബലു മിൻഹും അൽ ഇൽമു, അവരിൽ നിന്ന് ഇൽമ് പിടിക്കപ്പെട്ടാൽ എൻ്റെ സമുദായം പിഴച്ചത് തന്നെ സ്വഹാബ. ഇൽമ് പിടിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഇൽമ് പറഞ്ഞു കൊടുക്കാനും അത് കേൾക്കാനും അത് ചർവണം നടത്താനും ദർസ് നടത്താനും തഹ്ഫീദുൽ ഖുർആനും വഅളും നസീഹത്തും ഒന്നുമില്ല. ആലിമീങ്ങളില്ല. ആലിമീങ്ങൾ, മഹാന്മാരായ ആലിമീങ്ങളൊക്കെ മരിച്ചു പോകുന്നു. ചണ്ടിയും ചവറുകൾ മാത്രം നിലനിൽക്കുന്നു. ചണ്ടികളായ ആലിമീങ്ങൾ. ഇന്നും കുറെ ചണ്ടികളായ ആലിമീങ്ങളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇതൊക്കെ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്തും പറയണ്ട. നിങ്ങളൊക്കെ ഈ വാർത്തകളിലൂടെ കാണുമ്പോൾ ഈ താടിയും തൊപ്പിയും കണ്ടിട്ട് എല്ലാവരും പണ്ഡിതന്മാർ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ ഇഖ്തിറാബിസ് ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞതൊക്കെ നടക്കുള്ളൂ ലോകത്ത്, അല്ലാത്തൊന്നും നടക്കൂല. ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഹത്താ റകന ഉലമാഉകും ഇലാ ഉലാത്തികും, ഉലമാക്കൾ തന്റെ അധികാരികൾക്ക് പാദസേവ ചെയ്യുന്ന ഒരു കാലഘട്ടം വരാതെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഇദാ റകന ഉലമാഉകും ഇലാ ഉലാത്തികും, രാഷ്ട്രീയക്കാരുടെ പാദസേവ ചെയ്യുന്ന ഒരു ഭാഗം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, അല്ലാഹു അക്ബർ, വൈദാ കസുറ ഖുതബാഉ മനാബിരികും, ധാരാളം പ്രഭാഷണങ്ങൾ, നമ്മെ കോൾമയിർ കൊള്ളിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന മിമ്പറുകളും മെഹ്റാബുകളും പ്രഭാഷണങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന കാലം വന്നാൽ, ഹറാമായ അല്ലാഹു നിഷിദ്ധമാക്കിയത് ഹലാലാക്കി കൊടുക്കുന്ന ഉലമാക്കൾ വന്നാൽ, വഹറമു അലൈഹിം അൽ ഹലാൽ, ഹലാലായ കാര്യങ്ങളെ ഹറാമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഉലമാ സമൂഹം വന്നാൽ, ഫഅഫ്തൗഹും ബിമാ യസ്തഹൂൻ, അധികാരികളും അഹങ്കാരികളും സമ്പന്നന്മാരും ആഗ്രഹിക്കുന്നത് പോലെ ഉലമാക്കൾ അവർക്ക് അനുകൂലമായി ഫത്വ പുറപ്പെടുവിക്കുന്ന ഒരു കാലം വന്നാൽ, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. കമാ ഖാല റസൂലുള്ളാഹി
അള്ളാഹു അത്തരത്തിലെ ആലിമ്യങ്ങളിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചവനെ നീ കാത്തിരക്ഷിക്കണേ പടച്ചവനെ, കാത്തിരക്ഷിക്കണേ പടച്ചവനെ, കാത്തിരക്ഷിക്കണേ പടച്ചവനെ. ഉലമായിട്ടൊന്നും കാര്യമില്ല. സമ്പന്നന്മാരുടെ മുന്നിൽ പോയി അടിയറവ് വെച്ചിട്ട് സമ്പന്നന്മാരെ വാതോരാതെ പുകഴ്ത്തി 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 പൊക്കി ആകാശമുട്ടെ പുകഴ്ത്തി പൊക്കുന്ന ഒരു കൂട്ടം ഉലമാക്കൾ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അക്ബർ. لا تقوم الساعة حتى تخرج علماءهم ويأكلون بألسنتهم أي يمدحون أنفسهم ويظهرون محبتهم حتى يتوسلوا إلى أخذ الأموال منهم. നാവ് കൊണ്ട് ഭക്ഷിക്കുന്ന ഒരു വിഭാഗം ഉലമാക്കൾ രംഗത്തേക്ക് വരുമത്രേ. അതെങ്ങനെയാണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ സമ്പന്നന്മാരെ വാനോളം പുകഴ്ത്തി അവന്റെ പക്കലുള്ള പൈസ സ്വന്തം ജേബിലേക്ക് മാറ്റിമറിക്കാൻ വാക്ചാതുര്യതയുള്ള പണ്ഡിതന്മാർ ലോകത്ത് കടന്നു വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. അല്ലാഹു അത്തരത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ആ പണ്ഡിതന്മാരിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അള്ളാഹു റസൂൽ ആരാണ് ഇതിൽ പെട്ടുപോയതൊന്നും നമുക്കറിയില്ല. ഞാനുണ്ടോന്ന് എനിക്കറിയില്ല. അള്ളാഹു അലം. പേടിയാണ്. നമ്മൾ പേടിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ ഇതെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥ ആലിമീങ്ങൾ, മഹാന്മാരായ മുറബ്ബിയായ പണ്ഡിതന്മാരൊക്കെ പോകുന്നു. അവരൊന്നും ഇതൊന്നും ആഗ്രഹിച്ചവരൊന്നുമല്ല, ഭൗതികതയെ ഇഷ്ടപ്പെടുന്നവരുമല്ല, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വരണം, പേര് വരണമെന്ന് കൊതിക്കുന്നവരല്ല. സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ അവർ കടിയറവ് വെച്ചുകൊണ്ട് പാദസേവ ചെയ്യുന്നവരായിരുന്നില്ല. കോടിക്കണക്കിന് രൂപ മുന്നിൽ കൊണ്ടു കൊടുത്താലും അതെല്ലാം വലിച്ചെറിയുന്ന പരിശുദ്ധ മനസ്സിന്റെ ഉടമകളായിരുന്ന മഹാപണ്ഡിതന്മാർ. അവര് പറയുന്ന വാക്കുകൾക്കേ ലോകത്ത് വിലയുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള മഹത് പണ്ഡിതങ്ങളെല്ലാം മരണപ്പെടുന്ന ഒരു കാലം വന്നാൽ എൻ്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് തെറിച്ചു പോകും. അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ അപ്പൊ ഈ പണ്ഡിത വേഷം എന്നെ പോലെ കെട്ടിയത് കൊണ്ട് നിങ്ങൾ ഇയാൾ പണ്ഡിതനാണെന്ന് നിങ്ങൾ പറയണ്ട. ഒരിക്കലും അങ്ങനെ പറയേ വേണ്ട. മനുഷ്യന്മാരെ കളിപ്പിക്കാനും ഈ വേഷം ഉപയോഗിക്കാം, മനുഷ്യന്മാരെ പറ്റിക്കാനും ഈ വേഷം ഉപയോഗിക്കാം. ഇതെല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ മുറുകെ പിടിച്ചോളി. അത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം തകർന്നത് തന്നെ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അഅദകല്ലാഹു മിൻ ഇമാറത്തി സുഫഹാ. കഅബ്, വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ. കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വിഡ്ഢികളായ ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ. ഖാലൂ യാ റസൂലല്ലാഹ്, അവർ ആരാണ് നബിയേ? ആരാണ് വിഡ്ഢികളായ ഭരണാധികാരികൾ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറാഉൻ യകൂനൂന ബഅദി ലാ യഖ്തദൂന ബിഹദി വലാ യസ്തന്നൂന ബിസുന്നതി. അവർ ഒരു വിഭാഗം അമീറന്മാരാണ്, നേതാക്കന്മാരാണ്, അധികാരത്തിന്റെ ചെങ്കോല് പിടിക്കുന്നവരാണ്, അധികാരത്തിന്റെ കസേരയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. ഇസ്ലാമിന്റെ വേഷം ഒരു പക്ഷേ അവരെ നോക്കിയാൽ നിനക്ക് കാണാം. ലാ യഖ്തദൂന ബിഹദി, ഹിദായത്തിന്റെ എന്റെ വഴികളെ അവർ ഒരിക്കലും പിൻപറ്റുകയില്ല. വലാ യസ്തന്നൂന ബിസുന്നതി, എന്റെ സുന്നത്തിനെ അവർ അംഗീകരിക്കുകയോ അനുധാവനം ചെയ്യുകയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ ഒരു വിഭാഗം ഭരണാധികാരികൾ വരുമെന്ന്. അത് പള്ളി കമ്മിറ്റിയിൽ വന്നാലും ശരി, മദ്രസ കമ്മിറ്റിയിൽ വന്നാലും ശരി, സംസ്ഥാനത്ത് വന്നാലും ശരി, ഇന്ത്യയിൽ വന്നാലും ശരി, ലോകത്തിന്റെ എവിടെ വന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാറത്തു സുഫഹാ, വിവരമില്ലാത്ത പണ്ഡിതൻ, വിവരമില്ലാത്ത വിഡ്ഢികളായ ഭരണാധികാരികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിദായത്തിന്റെ വഴികളെ തടയും.
സുന്നത്തിന് എതിര് പറയും. സുന്നത്തിന് എതിര് പറയും. എന്നിട്ട് ഇവരെ കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പൊ ഇവരെ പോയിട്ട് പൊക്കും ആലിമീങ്ങൾ. നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ മറ്റവരാണ്, ഇയാളെ നമ്മുടെ രാഷ്ട്രപിതാവാണെന്ന് ചുമ്മാരിക്കണേ, അല്ലോ അവരൊക്കെയാണ്, അവരെ മുസാവത്താണ്, അവർ പറയുന്നതാണ് ശരി. ഇതൊക്കെ പൊക്കിയടിക്കും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫമൻ സദ്ദഖഹും ബികദ്ബിഹിം, ആ വിഡ്ഢികളായ ഭരണകൂടം നമ്മളോട് പറയുന്ന കള്ളത്തരങ്ങളുണ്ടല്ലോ, ആരെങ്കിലും അതിനെ ശരിവച്ചാൽ വആനഹും ബിളുൽമിഹിം, അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത ഫലസ്തു മിൻഹും ഉലൈക ലൈസൂ മിന്നീ, അവർ എന്നിൽ പെട്ടവരേ അല്ല. ഫലസ്തു മിൻഹും, ഈ മുഹമ്മദായ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഞാനും അവനിൽ പെട്ടവരേ അല്ല. മാത്രമല്ല വലാ യരിദൂന ലാ ഹൗലി, എന്റെ ഹൗലിന്റെ ഓരത്തവർ വരികയോ എന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കുകയോ ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുകയേ ഇല്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തണേ പടച്ചവനെ. ഈ ദുനിയാവിന്റെ രസങ്ങളെക്കാളും ആഖിറത്തിലെ രസം ഞങ്ങൾക്ക് തടയല്ലേ പടച്ചവനെ. ഇതിന് ഗ്യാരണ്ടി ഇല്ല, എങ്ങനെയും തീരും, പക്ഷെ അതിന് ഗ്യാരണ്ടി ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, എൻ്റെ ഹിദായത്തിന്റെ വഴികളും എൻ്റെ സുന്നത്തിനെയും പിൻപറ്റണ്ടെന്ന് പറയുന്ന ഏത് തെമ്മാടിയുണ്ടോ അവനെ നീ സഹായിച്ചാൽ ഞാൻ നിന്നിൽപ്പെട്ടവനല്ല, അവരെന്നിൽപ്പെട്ടവനുമല്ല, എൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും നിനക്ക് കിട്ടൂല. വേറെ ഒന്നും അവിടെ ചർച്ചയില്ല. ഫമല്ലം യുസദ്ദിഖുഹും ബികദ്ബിഹിം, അവരുടെ കള്ളത്തരങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്താൽ, വലം യുഇൻഹും, അവരെ സഹായിക്കാതിരുന്നാൽ, ഫൗലൈക മിന്നീ വഅന മിൻഹും, അവർ എൻ്റെ സമുദായമാണ്, ഞാൻ അവരുടെ പ്രവാചകനാണ്. വയരിദു അലയ്യ ഹൗലി അലാ ഹൗലി, അവർ എൻ്റെ ഹൗലിന്റെ അരികിലേക്ക് കടന്നു വരുമത്രേ. കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അവരുടെ ഇടയിലേക്ക് വരും, അവരെൻ്റെ അരികിലേക്ക് വരും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ, അക്കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ പെടുത്തട്ടെ. എന്താ ഒരു ഉഷാറില്ല, ആമീൻ പറ. എന്നാ പെടുത്തണ്ടെന്ന് ദ്വാരക്കട്ടെ. ഈ പറയുമ്പോൾ ഇതങ്ങനെ സ്വീകരിക്കേണ്ടത് ഞാൻ ഹദീസാണ് ഓതുന്നത്, ഞാൻ ആർക്കും ഇവിടെ എതിരായ ഒരു കാര്യമല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് നമ്മൾ പറഞ്ഞു തരുന്നു. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലെങ്കിൽ തള്ളിക്കളയാം. വേറെ ഒന്നും ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല. അടിച്ചേൽപ്പിക്കാൻ എനിക്കിവിടെ അവകാശമില്ല. ഹദീസ് നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കോളി. വെറുതെ കള്ളത്തരം പറയാണോ ഇല്ലാത്ത പറയാണോ നിങ്ങൾ പോയി നോക്കിക്കോളി. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം, പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇൽമ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം, ഹിദായത്തിന്റെ വഴി, സിറാത്തിന്റെ വഴി, സുന്നത്ത്. പക്ഷേ ഒരു കാലം വരും, നന്മയെ തിന്മയായി അവർ അംഗീകരിക്കും, തിന്മയെ നന്മയായും സ്വീകരിക്കും. നന്മയായ കാര്യങ്ങളെ തിന്മയായിട്ട് അവർ അംഗീകരിക്കും. നന്മയായ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ ആരാ ഇന്നത്തെ കാലത്ത്, ഇതൊക്കെ ഈ ആധുനിക ലോകമല്ലേ, നിങ്ങൾ ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് നടക്കുവോ എന്ന് പറയും. ഇന്നത്തെ കാലത്തൊക്കെ നടക്കുവോ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാല് പ്രസംഗമേ നടക്കുള്ളൂ എന്ന് പറയും. നന്മയായ കാര്യം പറയുമ്പോ അതൊന്നും ഇന്ന് നടക്കൂല. തിന്മ അത് പാടില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ആവശ്യമല്ലേ? ഇങ്ങനെ പറയാം, അങ്ങനെയല്ലേ ഇപ്പൊ പറയാ? ഉസ്താദന്മാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മിമ്പറിൽ നിന്ന് മെഹ്റാബിൽ നിന്ന് ഉസ്താദന്മാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉസ്താദന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അയാൾക്ക് മുസ്ലിയാർക്ക് വേറെ ജോലിയൊന്നുമില്ല, അയാളെ ചുമ്മാ ആവശ്യമില്ലാത്ത, ലോകം പഠിക്കാത്ത, വിവരമില്ലാത്ത മുസ്ലിയാരാന്നാ പറയാ. ലോകം പഠിക്കാത്ത മുസ്ലിയാരാണെന്നാ പറയാ. ലോകം പഠിച്ച പ്രവാചകനാ നമുക്കീ പറഞ്ഞു തരുന്നത്. എവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു ഡിഗ്രി എടുക്കാത്ത, ആധുനിക ടെക്നോളജി ഒന്നുമില്ലാത്ത, ഹൈടെക് യുഗത്തിലല്ലാത്ത, നെറ്റില്ലാത്ത, 5G ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രകാശം, ആ നൂറ്, ആ വെളിച്ചം, അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞത്
അല്ലാഹുവിന്റെ റസൂൽ ഞാൻ പറഞ്ഞ ഇന്നലെ ഒന്നും പറഞ്ഞതല്ലാന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ഒന്നും പറഞ്ഞതല്ല ഇത്. അപ്പൊ അടുത്തൊരു ഹദീസ് കേട്ടോളി. ഒരിക്കലാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സഹാബാക്കളെ നോക്കിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൈഫ ബിക്കും അയ്യുഹന്നാസ്, ജനങ്ങളെ 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 നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എപ്പോ ഇദാ തഗാനിസാഉകും വഫസഖ ഫിതിയാതുകും, നിങ്ങളുടെ പെൺ സമൂഹം അഴിഞ്ഞാടുകയും നിങ്ങളുടെ ചെറുപ്പക്കാരന്മാർ വഴിതെറ്റി അധർമ്മത്തിലേക്ക് പോവുകയും ചെയ്താൽ, പെണ്ണുങ്ങള് ഡാൻസ്, നൃത്തം, ഭയങ്കരമായ ചാട്ടം, ഓട്ടം, അഴിഞ്ഞാടുകയാണ്. അവർക്കൊരു പ്രശ്നമല്ല. ഇതൊന്നും അല്ലാഹ് റസൂൽ ഇതൊന്നും ഇല്ല. ഇതല്ല അങ്ങനത്തെ ഒരു കാലം. ചെറുപ്പക്കാരും മദ്യവും ലഹരിയും കഞ്ചാവുമായിട്ട് അവനിങ്ങനെ വഴിതെറ്റി ഈ പെണ്ണുങ്ങളുടെ മുന്താണയും പിടിച്ചുകൊണ്ട് അവളുടെ പിറകെ പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഖാലൂ, സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന ഹാദാ ലകായിനുൻ, അങ്ങനെയൊക്കെ സംഭവിക്കുവോ നബിയേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോന്ന്? ഇങ്ങനെ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുകയും ഡാൻസ് ആടുകയും മൊത്തത്തിൽ പോയിട്ട് ഒപ്പനടിക്കുകയും ചിലങ്കയിട്ട് തുള്ളിച്ചാടുകയും നൃത്തം ചവിട്ടുകയും ടിക്ടോക്ക് അടിക്കുകയൊക്കെ ചെയ്യുകയും അതിനൊപ്പം നിന്നുകൊണ്ട് അപ്പുറത്ത് നിന്ന് ചെറുപ്പക്കാരന്മാരെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഇങ്ങനെ ഒരു കാലഘട്ടം വന്നാലോ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ സ്വഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനുൻ, നബിയെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ യാ റസൂലല്ലാഹ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം വഅശദ്ദ മിൻഹു, ഇത് മാത്രമല്ല കേട്ടോ, ഇതിനേക്കാൾ കടുപ്പമേറിയത് കാണാൻ പോകുന്നത് ഉള്ളു സഹാബത്തെ. ഇതൊന്നും അല്ലാതെ ഇതിനേക്കാൾ കടുപ്പം. അന്ന് ചെറിയ ഡാൻസേ ഉള്ളായിരുന്നു, ഇപ്പൊ ഭയങ്കര ഡാൻസാ. ഇനി മുണ്ടില്ലാതെ ഡാൻസ് ആടുന്ന ഒരു കാലം വരുമെന്ന്, അത് അതിനേക്കാൾ കടുപ്പം വരുമെന്ന് പറഞ്ഞതിന് അർത്ഥം ഇത് ചെറുതല്ല വരാൻ പോകുന്നതെന്ന്, ഇനി വലുത് വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാ പറഞ്ഞത്? ഇന്നൊന്നും അല്ല പറഞ്ഞത്. ഈ ഓണത്തിന് മുമ്പൊന്നും പറഞ്ഞല്ല കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞാണ്. വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ടിക്ടോക്ക് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നബി തങ്ങൾ പറഞ്ഞാണ്. നെറ്റൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നബി തങ്ങൾ പറഞ്ഞാണ് ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്. അപ്പൊ ചിലർ ചോദിക്കും, ഇപ്പൊ ഇങ്ങനെ ആടി എന്നും പറഞ്ഞിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ നമ്മളൊന്ന് തുള്ളിച്ചാടിയെന്ന് പറഞ്ഞപ്പോ എന്താ പ്രശ്നം? നമ്മളിങ്ങനെ ഇപ്പൊ ഒരു ഡിസ്കോ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞു, ഒരു ടിക്ടോക്ക് കളിച്ചു എന്ന് പറഞ്ഞു, ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ ആയാലും എന്താ പ്രശ്നം? ഇങ്ങനെ ആയാലും എന്താ പ്രശ്നം? അങ്ങനെ ചോദിക്കും. ഒരു നന്മ പറയുമ്പോ അത് തിന്മയായിട്ട് കാണും, തിന്മ പറയുമ്പോൾ അതിനെ നന്മയായിട്ട് കാണും. അത് തന്നെ അടുത്ത ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, കൈഫ ബികും സഹാബ, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫാ വൽ മഅറൂഫ മുൻകറാ, മോശമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് നല്ലതാണെന്ന് ഒരു വിഭാഗം പറയുന്നത് നിങ്ങൾ കണ്ടാൽ, അതല്ല അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നല്ലതാണെന്നും നല്ല കാര്യം അത് തെറ്റാണെന്നും ഒരു വിഭാഗം പറയുന്നത് നിങ്ങൾ കണ്ടാൽ, അങ്ങനെ ഒരു കാലം വരുമോ പ്രവാചകരെ? ഖാലൂ യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിക്കുകയാണ്, ഇന്ന ഹാദാ ലകായിനുൻ, അങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയേ? ഹലാലിനെ ഹറാം എന്ന് വാദിക്കുന്നവർ വരുമോ നബിയേ? ഹറാമിനെ ഹലാൽ എന്ന് വാദിക്കുന്നവർ വരുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നഅം വഅശദ്ദ മിൻഹു, സഹാബാ ഇത് മാത്രമല്ല ഇതിനേക്കാൾ ഗുരുതരമായ അപകടകരമായ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ സഹാബാ. കമാ ഖാല റസൂലുള്ളാഹി. അപ്പൊ ഒരു പെണ്ണ് പാന്റ് ഇട്ടത് കൊണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. വന്നില്ലേ? ഒരു ഡാൻസ് ആടി എന്ന് പറഞ്ഞ് എന്താ മുസ്ലിയാക്കന്മാർക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന കാലം വരും. വന്നില്ലേ? വന്നില്ലേ? വന്നില്ലേ?
മിണ്ടുന്നില്ല, ഇല്ലായിരിക്കും. എന്നാ പിന്നെ അങ്ങനെ പറ. വന്നു വന്നു വന്നില്ല, കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല. എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങൾ പിന്നെ മിണ്ട. ഞാൻ മയ്യത്തിനോട് പ്രസംഗിക്കുകയല്ല, ഞാൻ ഹയ്യിനോടാ പ്രസംഗിക്കുന്നത്. ലിതുന്ദിറ മൻ കാന ഹയ്യ, ലിതുന്ദിറ മൻ കാന ഹയ്യ. ജീവിച്ചിരിക്കുന്നവർക്കാണ് ഈ ഉപദേശം. മരിച്ചവൻ്റെ മയ്യത്തിനടുക്കെ പോയിട്ട് ഖുർആനിൽ പറഞ്ഞാലും കേട്ടല്ല, അതിനനുസരിച്ച് മര്യാദയ്ക്ക് കബറിനകത്ത് കിടന്നോണം. അവിടെ ഡാൻസ് ആടാനും ഒപ്പന പാടാനും ചാടാനും പറിക്കാനൊക്കെ പോകണ്ടല്ലോ, കൂത്ത് കിട്ടുന്നല്ലേ. അയാളുടെ തൊട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെ തുന്തിറ മൻകാന ഹയ്യ. യാസീൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം ഈ ആയത്ത്. ജീവിച്ചിരിക്കുന്നവരോട് ഞാനീ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന നിങ്ങളോട്, എന്നോട് ഒരു വിരൽ നിങ്ങളോടും ബാക്കി 3 വിരൽ പ്രസംഗിക്കുന്ന ആളോടും. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമ്മളാ വഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് തരട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ് കേട്ടോ. ഞാൻ ആരെയും കുറ്റം പറയല്ല, നമ്മളൊക്കെ മോശക്കാരാണ്, നമ്മളെല്ലാം തെറ്റുകാർ തന്നെയാണ്. പക്ഷെ നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? മരിക്കണ്ടേ? ഞാനതാ ചോദിക്കാം, നമുക്ക് മരിക്കണ്ടേ? മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ കൈപൊക്കെന്ന് പറഞ്ഞാൽ അല്ല, ആരെങ്കിലും പൊക്കുവോ? എനിക്ക് മരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? അത് അള്ളാഹ് കൊടുക്കാത്തതാണ്. നമ്മൾ 63-ാമത്തെ വയസ്സിലെ മരിക്കൂ എന്നൊരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ 60 വയസ്സ് മൂലം നമുക്ക് ഈ ഭാഗത്ത് തുടങ്ങും. ഒരു 3 വർഷം അള്ളാഹുവിന് വേണ്ടി ഈ ഭാഗത്ത് തുടങ്ങും. അതാണ് നമ്മുടെ തർത്തീബ്. അതുകൊണ്ടാണ് അള്ളാഹു തആല അത് അറിയിക്കാത്തത്. നമ്മളെ അള്ളാഹു തആല മുസ്ലിമാക്കി അംഗീകരിച്ചു, ഹിദായത്ത് നൽകി അള്ളാഹു തആല നമ്മൾ ആദരിച്ചു. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറെ മറഞ്ഞ കാര്യങ്ങളുണ്ട്, അതിൽ നീ വിശ്വസിക്കണം. ഇതാണ് ഇസ്ലാം. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അള്ളാഹുവിടെ പറഞ്ഞത്. നിങ്ങൾ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണോ, അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ, അവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നാളെ ആഖിറമുണ്ട്, പരലോകമുണ്ട്, പുനർജന്മമുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്, കിതാബുണ്ട്, ജന്നത്തുണ്ട്, നാറുണ്ട്. അള്ളാഹുവിനെ കാണലുണ്ട്, അവന്റെ സദ്യയുണ്ട്, അവന്റെ വിഭവങ്ങളുണ്ട്, അവന്റെ സ്വർഗത്തിലെ രസാനുഭൂതികളുണ്ട്, ഹബീബായ തങ്ങളുടെ മുറാഫഖത്തുണ്ട്, നബി തങ്ങളുടെ ഹൗലുണ്ട്, അവിടുത്തെ വെള്ളമുണ്ട്, അവിടുത്തെ ശഫാഅത്തുണ്ട്. ഇതെല്ലാം വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്നവനാണ് സത്യവിശ്വാസി. അല്ല, മരിച്ചതോടുകൂടി എല്ലാം തീരുമെന്ന് വിശ്വസിക്കുന്നവൻ സത്യവിശ്വാസി അല്ല. പരലോകത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുസ്ലിമല്ല. മമ്മൂട്ടിയുടെ ഒരു ഫീച്ചർ ഞാൻ വായിച്ചതാണ്. മമ്മൂട്ടി അതിൽ പറയുന്നുണ്ട്, എനിക്ക് പരലോകത്തിൽ വിശ്വാസം ഇല്ലാന്ന്. പിന്നെ എന്തിനാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു. അത് നമ്മുടെ ശരീരം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഇതൊരു TV-യിൽ പോലും അദ്ദേഹം അഭിമുഖത്തിൽ പറയുകയുണ്ടായി. അല്ലാതെ ചില ആൾക്കാരൊക്കെ പറയും, അയാൾ എത്ര തിരക്കിലായാൾ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ പോകുന്നു. ഇതെന്താ ഇപ്പോൾ നിസ്കരിക്കാൻ പോയപ്പോൾ വലിയ കാര്യമാണ്? നമ്മളൊക്കെ വിചാരിക്കുന്നതിന് നിസ്കരിക്കാൻ അല്ല, നമ്മൾ നേരെ നമ്മുടെ നിസ്കാരം ശരിയാണോ ഇല്ലോ എന്നുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നിസ്കാരം ശരിയാണോ എന്നുള്ളത്? നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴല്ലേ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്, അവൻ്റെ കടയിൽ നിന്ന് എടുത്തില്ലല്ലോ, അവൻ്റെ കടയിൽ സാധനം കൊടുത്തില്ലല്ലോ, ആ താക്കോൽ അവിടെ ഇരിക്കുകയാണല്ലോ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഓർക്കുന്നതും അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോഴാണ്. പിന്നെ നമ്മുടെ നിസ്കാരം എവിടെ ശരിയാകുന്നു? മഹാന്മാരായ പണ്ഡിതന്മാർ 1000-ഓളം നിയമങ്ങള്, ഷർത്തുകൾ, നിബന്ധനകളാണ് നമ്മുടെ നമസ്കാരത്തിലുള്ളതെന്നാണ് പഠിപ്പിക്കുന്നത്. അതാരെങ്കിലും പാലിക്കുന്നുണ്ടോ? അതൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇതിന്റെ അവ്വൽ വഖത്തിലാണോ നമ്മൾ നിസ്കരിക്കുന്നത്? ജമാഅത്തായിട്ടാണോ നിസ്കരിക്കുന്നത്? നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വാഹനം സർവീസ് ചെയ്യാൻ 10,000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്യണമെങ്കിൽ 10,000 സർവീസ് ചെയ്യണം. 15,000 കൊണ്ടിട്ട് സർവീസ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റെ സമയമുണ്ട്.
ലോഹർ നിസ്കരിക്കാൻ ലോഹറിന്റെ സമയമുണ്ട്, അത് അസറിനോട് ചേർത്ത് നിസ്കരിക്കലല്ല വേണ്ടത്. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്, എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. നമസ്കാരം എല്ലാം ക്ലിയർ ആണ്, ഇടപാട് ശരിയല്ല, പോയി. നീ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല, നിന്റെ ഇടപാട് ക്ലിയർ അല്ലയോ, നീ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ഹദീസും ഖുർആനും കൊണ്ട് സ്ഥിരപ്പെടുത്തി തരാം. പക്ഷെ നമുക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വിശ്വാസമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം വിശ്വസിക്കുക, അല്ലാഹ് ഉണ്ടെന്നും ആഖിറത്തുണ്ടെന്നും വിശ്വസിക്കുക. അങ്ങനെ ഒരു വിശ്വാസം എന്നെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല. ചുമ്മാ പേരിന് എൻ്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും മുസ്ലിമായി. അവരൊക്കെ ജുമാ നിസ്കരിക്കാൻ പോകുന്നു, ഞാനും ജുമാ നിസ്കരിക്കുന്നു. റമദാനെ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു, അതുകൊണ്ട് ഞാനും നോമ്പ് പിടിക്കുന്നു. ഇതാണെന്നാ എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൗമല്ലേ, ലഹരിയിൽ കൂടുതൽ നമ്മുടെ കൗമല്ലേ കുടുങ്ങിയിരിക്കുന്നത്. എന്താ ഇവനെ കുറിച്ച് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ലഹരി നിരോധിച്ചത്. ഒറ്റയടിക്കല്ല, സഡൻ ബ്രേക്ക് അടിക്കിടാൻ പാടില്ല. പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ. എങ്കിൽ ബ്രേക്ക് പാഡ് തേയാതെ നിൽക്കും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ ആകുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും. പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്താൽ വളരെ ഉപകാരം. 50,000 വരെ കിലോമീറ്റർ കിട്ടും ബ്രേക്ക് പാഡ്. പരിശുദ്ധമായ ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടാണ്, ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യം നിരോധിച്ചത്. ഒറ്റയടിക്ക് നിരോധിച്ചിട്ടില്ല, 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും, പെൺകുട്ടികൾ പോലും ഇതിന് അടിമകളായി മാറിയില്ലേ? ഇതെന്താ ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ടാ ഇത് തെറ്റാണെന്ന്? ഇസ്ലാം അല്ല, ഇത് ആരാ പഠിപ്പിച്ചത് ലോകത്ത് തെറ്റാണെന്ന്? ഇത് ഏറ്റവും വലിയ മാരകമായ ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു ഭക്ഷണമാണ്, ഒരു രോഗമാണ്, ഒരു വിപത്താണ്, ഒരു നാശമാണ് എന്ന് ആദ്യമായി പഠിപ്പിച്ച ഇസ്ലാമാണ് ലോകത്ത്. ബാക്കി മതങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരുപക്ഷെ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടെങ്കിലും ഇതൊക്കെ വീഞ്ഞും മറ്റേതൊക്കെ കഴിക്കാന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാം ഒരു നിലയ്ക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ആ ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ നമ്മൾ പാടില്ല. സൂക്ഷ്മതയുള്ളവർ പ്ലംസ് കേക്ക് അതിൽ വീഞ്ഞൊഴിക്കുന്നുണ്ട്. വീഞ്ഞ് ഒഴിക്കുന്നത് കൊണ്ടാണ് അത് ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കൂല, പെട്ടെന്ന് കേടായി പോകും. തഖ്വയും ഈമാനും ഉള്ളവൻ അത് കഴിക്കാൻ പറ്റൂല. അത് കഴിക്കാൻ പറ്റും. എങ്ങനെ കഴിക്കും? ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഹോമിയോ മരുന്ന് കഴിക്കൂല. കാരണം 60% അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹാന്മാരായ പണ്ഡിതന്മാർ സാനിറ്റൈസർ ഉപയോഗിക്കൂല, അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹത്തുക്കൾ സ്പ്രേ അടിക്കൂല, അതിൽ സ്പിരിറ്റ് ഉണ്ട്, എഴുതിയിട്ടുണ്ട് അതിൽ സ്പിരിറ്റ്. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവരാണ്. പക്ഷെ നമ്മളതൊക്കെ ഉപയോഗിക്കും. സൂക്ഷ്മതയുള്ളവർ ഉപയോഗിക്കുകയില്ല. കാരണം എന്താ? അതിനെ പേടിക്കുന്നു. ഇതുവരെ ലഹരിയാകുമോ? നീ ഹോമിയോ മരുന്ന് ഹറാമാണോ എന്ന് ഞാൻ 10 വർക്കമല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചു, ബാക്കിയാത്ത് സ്വാലിഹാത്തിലെ പ്രിൻസിപ്പാൾ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഷുഗറാണ്, നമുക്ക് ഹോമിയോയിൽ നല്ല മരുന്നുണ്ടോ? ഞാൻ ഹോമിയോ എന്നാ സാപ്പിടാൻ മാട്ടേപ്പാ, അതിൽ സ്പിരിറ്റ് ഇരിക്കുന്നു പറഞ്ഞു. സ്പിരിറ്റ് ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സ്പിരിറ്റ് നിർവീര്യമാക്കി അത് നമുക്ക് അനുവദനീയമായ ചെറിയ സ്പിരിറ്റ് അല്ലയോ? കള്ള് എങ്ങനെ ഹലാലാവുന്നതെന്നാ ചോദിക്കുന്നത്. അല്ല തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ആൽക്കഹോൾ 50% ഒന്നും ഇല്ലേ? ഹോമിയോ മരുന്ന് എഴുതിയിട്ടില്ലേ? മഹാന്മാരതൊക്കെ സൂക്ഷിക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റൂലപ്പാ. നമ്മൾ മരുന്ന് എന്ന നിയത്തിലാണ് കഴിക്കുന്നത്. മരുന്ന് എന്ന നിയത്തിലാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ, അത്ര സൂക്ഷ്മത പാലിക്കാണ്. ഖുർആന്റെ പ്രഖ്യാപനമാണിത്, പാടില്ല എന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ, എത്ര വലിയ വാക്ക്!
മദ്യവും ചൂതാട്ടവും വർജിക്കണേ, വർജിക്കണേ, വർജിക്കണേ. നിങ്ങൾക്ക് രക്ഷ വേണമോ? നിങ്ങൾക്ക് വിജയം വേണമോ? മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല. ഓണബമ്പർ 25 കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് 6.5 ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് 333 കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ അതിൽ 25 കോടി രൂപ ഒരാൾക്ക് ബമ്പറടിച്ചു. പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ്, എനിക്ക് കിടക്കപ്പൊറുതിയില്ല, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് പേടിയാവുന്നു, ശത്രുക്കൾ അധികരിക്കുന്നു, എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല. 25 കോടിയിൽ 15 കോടിയേ കിട്ടിയുള്ളൂ. എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു, ഒരുപാട് പേര് സഹായം തേടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു, എനിക്ക് പല ഭീഷണികൾ വരുന്നു, തട്ടിക്കളയെന്ന് പറയുന്നു, കൊന്നുകളയെന്ന് പറയുന്നു. ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പം ഗൗരവത്തോടെയാണ് വേണ്ട ഇപ്പോഴത്തെ മുഖം കാണുന്നത്. ചിരിച്ചോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് 25 കോടി അവ എന്തൊക്കെയോ കണ്ടു. ഇപ്പം പുലിയെ കണ്ടതുപോലെ എൻ്റെ മുഖം എല്ലാം കൂടെ. പണം കൊണ്ട് എങ്ങനെയുണ്ട്? സമാധാനം ഉണ്ടോ? കഴിഞ്ഞ വർഷം ബമ്പറടിച്ചവ ഇപ്പോഴും പറയാ, ഞാൻ 3 പ്രാവശ്യം ടാക്സ് അടച്ച് എൻ്റെ കുടുംബം വിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ബമ്പറടിച്ചവൻ. ഇതെല്ലാം ന്യൂസ് എടുത്ത് വായിച്ചില്ലേ? ഇതൊക്കെ വായിക്കുന്നതല്ലാണ്. നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോൾ എല്ലാം അടിപൊളിയായ അളിയാ, രക്ഷപ്പെട്ട അളിയാ, രക്ഷപ്പെട്ട അളിയാന്ന്. ബഹുമാനമുള്ള സഹോദര, സമ്പന്നന്മാർ സ്വസ്ഥമായിട്ട് 1 മിനിറ്റ് ഇരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ, സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ? അവരല്ല നിയന്ത്രിക്കുന്നത്. ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ്. അടുത്തുള്ള പാറാവുകാരൻ തീരുമാനിക്കണം, സാർ ഇന്ന വെള്ളം കുടി, സാർ ഇയാൾ കൊടുക്കണം വെള്ളം, സാർ ഇന്ന് നമുക്കവിടെ വിശ്രമിക്കാം, സാർ ആ ശരി ഇവിടെ വിശ്രമിക്കാം, സാർ ഇന്ന് ഭാര്യ അടുത്ത് പോകണ്ട, സാർ ശരി ഇന്ന് പോകുന്നില്ല, സാർ. അവൻ തീരുമാനിക്കണം, അവന്റെ ഭാര്യ അടുത്ത് പോകണമെന്ന് അവനല്ല തീരുമാനം, കൂടെയുള്ളവർ. കാരണം പണം ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും. ഇവര് പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറെ പണം ഉണ്ടിട്ട് വല്ല വായതയുണ്ട്? ഒരു വാത് കേൾക്കാൻ പറയാൻ പറ്റുമോ? ഒരു തൈക്കാവി ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ? 2 കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ട് ആ മത്തിക്കറി ഉണക്കമീനൊക്കെ തിന്നാ, മാഷാ അല്ലാഹ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു അൽഫാം അടിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് ഒരു കോഴിക്കാൽ തിന്നാൻ പറ്റുമോ? തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരൂല്ലേ? ഉള്ളതും മരിച്ചിടാൻ പോവില്ലേ? ഹബീബെ, സ്വസ്ഥതയുണ്ടോ ഈ പണത്തിന്റെ പേരിൽ? സ്വസ്ഥതയുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അല്ലാഹു തആല എന്തിനാ പറഞ്ഞ? ഈ ലോട്ടറി ഇത് നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിഅ ബൈനകുമൽ അദാവതു വൽ ബഗ്ളാ. പിശാചിന്റെ പണിയാണിത് കേട്ടോ, പിശാചിന്റെ പണിയാണിത്. ആ പിശാചിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ഛിന്ന ഭിന്നമാക്കലാണ്, നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ്, നിങ്ങളെ ശത്രുക്കളാക്കലാണ്, ബദ്ധവൈരികളാക്കലാണ് പിശാചിന്റെ പണി. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫജ്തനിബൂ, ഇത് നിങ്ങൾ വർജിക്കണേ, വർജിക്കണേ എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കേട്ടോ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം കേട്ടോ. ഖുർആൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. മദ്യം കഴിച്ചവന്റെ, ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ? സ്വസ്ഥതയുണ്ടോ? സമാധാനവും സ്വസ്ഥതയുണ്ടോ? മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ? വാപ്പാക്ക് സ്വസ്ഥതയുണ്ടോ? ഉമ്മാക്ക് സ്വസ്ഥതയുണ്ടോ? ഒന്നാലോചിച്ച് നോക്ക്. പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ പേടിയാ, വിറച്ചു വരും. വാപ്പ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്ന് സിറ്റ് ഔട്ടിന്റെ വാതിൽ ഇങ്ങനെ ഇരിക്കും. പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ബീഹൊക്കെ എടുത്ത് പിടിച്ച് ആലത്തീഫ് ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവ ഇച്ചിരി എങ്ങാനും താമസിച്ചു പോയാൽ ഉമ്മായി വിളിക്കും, ഉമ്മ വാപ്പ ഉണ്ടോ? ഉമ്മ വാപ്പ ഉണ്ടോ? വാപ്പ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നീ അവിടെ പോയിരുന്നു ഇത്ര നേരം, നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത് അവൻ്റെ അയ്യത്തൂടെ പുരടത്ത് കൂടെ കയറി ഇപ്പുറത്ത് വന്ന് എൻ്റെ അടുക്കളയുടെ വാതിൽ തുറന്നു അതിലെ കൂടെ കയറി മിണ്ടാതെ കയറി വാ. കുറെ നേരം കഴിയുമ്പോൾ മൂപ്പര ചോദിക്കും, ഷബീർ വന്നില്ലേ? ആ വിളി കേൾക്കുമ്പോൾ തന്നെ അല്ലാ പടച്ചവൻ, എന്താ ആ ഷബീർ വന്നില്ലേ? അവൻ എപ്പോഴേ വന്ന് കിടപ്പുണ്ടല്ലോ.
ഉമ്മ സപ്പോർട്ട്. ഈ മക്കളെ മൊത്തം പഴപ്പിക്കുന്ന ഉമ്മായ. വന്നിട്ടില്ല, ഒരു പുതപ്പെടുത്തവൻ കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നു. ഇനി കിളവനങ്ങാണ് അവിടത്തോട്ട് കയറാൻ പോയാ അവിടെ വെള്ളം കിടക്കുന്നു. നിങ്ങൾ അവിടെ അങ്ങ് തെന്നി വിടാതെ മനുഷ്യ അവിടെ ഇരി. അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുവന്നപ്പോൾ താഴെ വീണ് നിങ്ങളങ്ങനെ ഇനി ഞാൻ അങ്ങോട്ട് അതെന്തിനാ നീ കഞ്ഞിവെള്ളം കൊണ്ട് അവിടെ തൊണ്ടിട്ടെ? അത് തടയാണ്, അങ്ങോട്ട് പോകണ്ടെന്ന്. ചെറുക്കൻ വന്നിട്ടില്ല. രണ്ടാപ്പുറത്ത് കയ്യാൽ കയറിയാൽ വരാൻ പറ്റുള്ളൂ. അതിലെ കൂടെ എന്റെ വഴി തുറന്നു കൊടുക്കുന്ന ആരാ? പണ്ട് കാരണവരന്മാരുണ്ടപ്പം മക്കള് പേടിച്ചു. വാപ്പ ഉണ്ട്, അല്ലാ പേടിയാണ്. ഇന്ന് വാപ്പ ഇശാ നിസ്കരിച്ചിട്ട് കദിയ വിളിക്കും. കദിയ അവൻ വന്നോ? അവൻ ഉണ്ടോ? എന്തെന്നറിയോ? വാപ്പയ്ക്ക് നേരത്തെ കയറാൻ, വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ. ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ അവൻ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത്. വാപ്പ ദിക്കറും ദുആ എല്ലാം കഴിഞ്ഞ് താമസിച്ച് വരുമ്പോ ഇത്ര നേരം വിശാലിസ്കരിച്ച് പള്ളിയെല്ലാം പൂട്ടിക്കൊണ്ട് പോയിട്ട് നാളെ മുതൽ കൃത്യസമയത്ത് കയറിയില്ലെങ്കിൽ റോഡിൽ കിടന്നോണം, അല്ലെങ്കിൽ പള്ളി പോയി കിടന്നോണം. പഠിച്ചവനെ, ഇന്നത്തെ കാലം അങ്ങനല്ലേ. പണ്ട് പിതാക്കന്മാരെ പേടിച്ചിരുന്നു, ഇന്ന് നമ്മൾ മക്കളെ പേടിക്കണം. ഇന്ന് മക്കളെ പേടിക്കണം. നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല. ഞാൻ വാത് പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞോണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ വല്ലാത്ത കഷ്ടത്തില്ല, ലഹരിയിലാണ്, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്ന്. എന്റെ പൊന്നു വാപ്പ, ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വം നിങ്ങളാണ്. എന്റെ പിഴപ്പിക്കന്റെ മെയിൻ നമ്പർ 1 ഉസ്താദ് നിങ്ങളാണ്. മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതൽ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, വാപ്പായെ കണ്ടാലേ അവൻ പേടിക്കും. അവിടെ അവൻ മൂത്രം ഒഴിക്കും. അവിടെ വാപ്പായെ കണ്ടാൽ മതി. നമ്മൾ മാതാപിതാക്കൾ അപ്പം മക്കള് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കിയ കൈവെള്ളയിൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല. ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ വാപ്പ ഉമ്മ? ഇപ്പൊ അനുഭവിക്കുന്നത് ആര്? എന്നിട്ട് ഇപ്പോൾ ഉസ്താദന്മാര് നമുക്കിവിടെ ചുമ്മാ ഇരിക്കാൻ വയ്യ. നമ്മളെ കാണാൻ ദുആ ചെയ്താൽ ഇവനെങ്ങനെ നന്നാവോ? ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറിന്റെ മോനാ ഇവനെങ്ങനെ നമ്മൾ ദ്വാര നന്നാവാ? നമ്മൾ ദ്വാരത്തിന് നമ്മളെ നന്നാവാൻ കഴിയത്തില്ല, പിന്നെ ഇവനെങ്ങനെ നന്നാവാൻ പോവാ? എങ്ങനെ നന്നാവെന്ന് പറ? എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. അയൽവക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം, നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം. നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ ഉമ്മമാരെ. അതുകൊണ്ട് ചെറുപ്പം മുതല് തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെയും ഉപ്പാടെയും കൈകളിലാണ്. അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതറിപ്പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള്, പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല. അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ആധുനിക സംവിധാനത്തെ അതിന് അടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. എത്ര വാപ്പായി ഉമ്മ ദുആ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപോക്കണം. ഞാൻ പറയുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ കൈപോക്കും, ഇല്ലാത്തൊരു പൊക്കരുത്. ഇത്രയും പേരിൽ കുറച്ച് പേര് പൊക്കി. അള്ളാഹു എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ, എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ. കാരണം എന്നറിയോ, നമുക്ക് ആ ശ്രദ്ധയില്ല. അതാണ് എൻ്റെ അർത്ഥം, ശ്രദ്ധയില്ല. ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, തന്റെ വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. നബിയുനാ റസൂലുള്ളാഹി വാപ്പായും ഉമ്മയും മക്കൾ കൊണ്ട് ദുആ ചെയ്യണം. പ്രചോദനെ പിഴപ്പിക്കല്ല അല്ലാ, എൻ്റെ കുഞ്ഞിനെ പിഴപ്പിക്കല്ല അല്ലാ. ഉമ്മ കരയണം.
വാപ്പ കരയണം. കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത്, അവിടെ വീഴാൻ പോകുന്നതിന് മുമ്പേ വാപ്പയും ഉമ്മയും ഖേദിക്കണം, പറയണം, ദുആ ചെയ്യണം. എന്റെ മോനെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ പടച്ചവനെ. അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഇത് 3 പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിന് അങ്ങനെ അത് കൊടുക്കണം, ഓതി കൊടുക്കണം. അത് إني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി കൊടുക്കണം, അവൻ വ്യഭിചരിക്കൂല എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തിന് എന്ത് ചെയ്യണം? എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. എല്ലാ ദിവസവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, എൻ്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ലാ, നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ലാ. എൻ്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന മകനാക്കി നീ മാറ്റണേ അല്ലാ. ഖുർആനിൽ വരെ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആര് ചെയ്യുന്നുണ്ട് ഇത്? ഏതുമ്മ ചെയ്യുന്നു? മോൻ പിഴച്ചു, അവൻ ലഹരി, ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദുആ ചെയ്യുന്നു? ഉമ്മ കരയണം, പൊട്ടിക്കരയണം. കുഴിയിൽ വീണിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം, അതിന് മുമ്പേ ദുആ ചെയ്യണം. ഇതിനാണ് ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാചിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാൽ കൊടുക്കണം. ഈ വാപ്പ ഹലാൽ അല്ലാത്തത് കുറെ പണം എവിടുന്നെങ്കിലും പണം കിട്ടിയിട്ട് കാര്യമില്ല. പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ വല്ലാഹി ഈ മക്കൾ നന്നാവുകയില്ല. അവൻ പിഴച്ചേ പോവുള്ളൂ. നമുക്ക് കുറെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ബീവേ. എന്തിനീ പണം? ഹറാമായ പണം, ആരാന്റെ പണം? ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കാർ കൊടുക്കുകയാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ്. എന്നിട്ട് എന്ത് ദുആ? മണ്ണാങ്കട്ട ദുആ. ആര് കേൾക്കാൻ ഇത്? മൊയ്ലിയാർക്ക് 1000 രൂപ കിട്ടി, അയാളുടെ ദുആടെ കാഠിന്യം കൊണ്ട്. നമ്മൾ ഈ മുഴുവൻ കടവും എടുത്ത് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് CC ഇട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ്. ചിന്തിച്ചിട്ടുണ്ട് ആരേലും? ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദ്മാർ ഫത്വ വന്നോ? തരുവായിരിക്കും. അതാ ഞാൻ നേരത്തെ ആദ്യം ഓതിയ ഹദീസ്. അങ്ങനെയും ഫത്വ കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. കേട്ട് പഠിച്ചോ. എന്നെ കൊണ്ട് കിട്ടൂല, എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മതി. ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും. നിങ്ങൾക്ക് വീട് വെക്കണോ, കട എടുക്കണോ, ഓഫർ ഉണ്ട്, വാ ഇങ്ങോട്ട് വാ. ഓഫർ ഇഷ്ടംപോലെ ഓഫറാ. നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ്.